പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നൗൺസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. 4 നൗൺസ് കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? വ്യക്തിവാചക് പഠിച്ചു, ജാതിവാചക് പഠിച്ചു, ഭാവവാചക് പഠിച്ചു, ദ്രവ്യവാചകം പഠിച്ചു. ഇന്ന് നമ്മൾ അടുത്ത നൗണായ സമൂഹവാചകാണ് പഠിക്കാൻ പോകുന്നത്. എന്താ പഠിക്കാൻ പോകുന്നത്? നമ്മള് സമൂഹവാചക്. സമൂഹവാചക് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്റ്റീവ് നൗണാണ് അല്ലെ. कलेक्टिव എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അല്ലെ. समूह या झुंड का नाम बताने वाले शब्द को हम क्या बोलते हैं? समूहवाचक बोलते हैं. दैट इज कलेक्टिव नाउन അല്ലെ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവാം, ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആവാം, ബേർഡ്സ് ആവാം, ഫ്രൂട്ട്സ് ആവാം, ഒക്കെ എന്താണ്? ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അതിനെയാണ് നമ്മള് കളക്റ്റീവ് എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പം कलेक्टिव नाउन നമുക്കൊരു കുഞ്ഞു സ്റ്റോറിയിലൂടെ നോക്കാം. राइट. जंगल में सभी जानवर बहुत खुश थे. कहाँ पे? जंगल में. ओके. एक दिन बंदरों का एक झुंड खेलने के लिए आया. कौन आया था? बंदरों का झुंड आया था खेलने के लिए. तभी उस दल में शेर, बाघ, चीता भी आए और जंगल के बीच संग्रह करने लगे. What is the meaning of संग्रह? It is assemble. What is that? Assemble. Right? तभी सभी पक्षी उड़कर आए. वो कैसे उड़कर आए थे? झुंड में आए थे और फूलों के पेड़ के पास बैठे. वे कहाँ पे बैठे थे? फूलों के पास. Bunch of flowers. Right? सभी जानवरों ने मिलकर जंगल का उत्सव मनाया. क्यों उत्सव मनाया? क्योंकि सभी के सभी जानवर वहां थे. എന്തായിരുന്നു? നമ്മളുടെ കാട്ടില് എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് മങ്കീസ് വന്നു. ശരിയല്ലേ? മങ്കീസ് വന്നു കഴിഞ്ഞപ്പം അവരെന്താണ്? കളിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഗ്രൂപ്പായിട്ടാണ് വന്നത്. അപ്പം അവരുടെ ഗ്രൂപ്പിൽ ആരൊക്കെ കൂടി? നമ്മളുടെ ഷേർ വന്നു, ഭാഗ് വന്നു, ചീത്ത വന്നു അല്ലെ. അവരെല്ലാവരും കൂടെ ഫോറസ്റ്റിന് നടുക്ക് അസംബിൾ ചെയ്യാൻ നിന്നു. ഓക്കെ, ഗ്യാദർ ചെയ്തു അല്ലെ. അപ്പൊ എന്താണ്? അവിടെ നമ്മളുടെ പക്ഷികളുടെ കൂട്ടവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്താണ്? ഫ്ലവേഴ്സിന്റെ അടുത്താണ് പോയിരുന്നത്. കുറേ ഫ്ലവേഴ്സ് ഒന്നിച്ചാണ് അല്ലെ. പഞ്ച ഫ്ലവേഴ്സ്. റൈറ്റ്. അപ്പൊ എന്താണ്? എല്ലാവരും കൂടി അവിടുന്ന് ഒരു ആഘോഷമാക്കിയിട്ട് മാറ്റാണ്. ഒരു फेस्टिवल मूड പോലെ. राइट. वे सब खुश थे क्योंकि वे समझ गए कि समूह में रहना हमेशा अच्छा होता है. അവരെന്ത് മനസ്സിലാക്കി? ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതാണ് എപ്പോഴും ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യം എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ് അല്ലെ. ഇതിൽ നമ്മൾ ഏതൊക്കെ കളക്റ്റീവ് നൗൺസ് ആണ് പഠിച്ചത്? झुंड പഠിച്ചു, ദൾ പഠിച്ചു, സംഗ്രഹ പഠിച്ചു, ഉത്സവ് അല്ലെ. ഇതൊക്കെ എന്താണ്? കൂട്ടമാണ്. झुंड എന്തൊക്കെയായിരുന്നു ഉള്ളത്? ഗ്രൂപ്പ് ഓഫ് മങ്കീസ് ഉണ്ടായിരുന്നു, ബേർഡ്സ് ഉണ്ടായിരുന്നു. ദൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടീമിനെ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ടൈഗർ, ചീത്ത. റൈറ്റ്. സംഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഗ്യാദർ ചെയ്യുക, ഇല്ലെങ്കിൽ അസംബിൾ ചെയ്യുക അല്ലെ. ഉത്സവ് ഫെസ്റ്റിവൽ ആണ്, ഗ്രൂപ്പ് ഓഫ് സെലിബ്രേഷൻ ആണതും. ശരിയല്ലേ? സോ കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആവാം, പീപ്പിൾ ആവാം, തിങ്സ് ആവാം അല്ലെ, ബേർഡ്സ് ആവാം. അതിനെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയണേ. ഹിന്ദിയിൽ എന്തായിരുന്നു പറയാറ്? സമൂഹവാചക്. समूहवाचक माने क्या था? समूह या झुंड के नाम बताने वाले शब्दों को हम समूहवाचक कहते हैं. थैंक यू. പുതിയ എപ്പിസോഡിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.